ഡീല് രണ്ട് പാർട്ടികളും മൂന്ന് പാർട്ടികളും പറയുന്നുണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഡീലുണ്ടെന്ന്. അപ്പോൾ നമ്മൾക്ക് അവരുടെ ഉള്ളുകളികളൊന്നും അറിയാൻ പറ്റില്ലല്ലോ. ചിലപ്പോൾ ഉണ്ടായിരിക്കാം, ചിലപ്പോൾ ഇല്ലായിരിക്കാം. ചിലപ്പോൾ ഉള്ള പാർട്ടികൾ തന്നെ അവരത് ജാള്യത മറച്ചു വെക്കാൻ വേണ്ടി മറ്റൊരു പേരിൽ ആരോപിക്കും. അതേപോലെ തിരിച്ചിങ്ങോട്ടേക്കും ആരോപിക്കും. അതിൽ സത്യമുണ്ട്, കളവുണ്ടെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. പൊതുജനങ്ങളായ നമ്മൾ വിഡ്ഢികളായി ഇങ്ങനെ ഇരിക്കുക. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം. കാരണം എന്ന് പറഞ്ഞാൽ ചില സ്ഥലങ്ങളിൽ കോൺഗ്രസ് ദുർബലമായ സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട്, ചിലപ്പോൾ LDF ദുർബലമായ സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട്, തിരിച്ച് അതേപോലെ തന്നെ BJPയും. അങ്ങനെയും സംഭവിക്കാം. രാഷ്ട്രീയമല്ലേ, രാഷ്ട്രീയം എന്ന് പറഞ്ഞപ്പോൾ ബിസിനസ്സാണല്ലോ. ഇത് മുതൽ മുടക്കൊന്നും ഇല്ലാണ്ട് ലാഭം കൊയ്യുന്ന ഒരു ഏർപ്പാടാണല്ലോ. നമ്മളിപ്പോൾ രാഷ്ട്രീയത്തിനെതിരായിട്ടൊന്നുമല്ല, ഏതെങ്കിലും ഒരു പാർട്ടിയിൽ എല്ലാവരും ഉണ്ടാവുമല്ലോ. എങ്കിലും രാഷ്ട്രീയത്തിൽ ഇറങ്ങി കഴിയുമ്പോൾ 95% ആളുകളെ ധാർമ്മികത നഷ്ടപ്പെട്ടു പോവാണ്. ഒരു 5% മാത്രമേ ധാർമ്മികതയിൽ നിൽക്കാൻ കഴിയുന്നുള്ളൂ. പണ്ടുള്ള കാലത്ത് 5% അധാർമികമായിട്ട് ചെയ്യുള്ളായിരുന്നു. ഇപ്പോൾ നേരെ തിരിച്ചാണ്, 5% ധാർമ്മികമായിട്ട് ചിന്തിക്കുന്നവരുള്ളൂ.